9ാം സ്ഥലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു കുരിശുമായിട്ട് 3ാം പ്രാവശ്യം വീഴുന്നു. ഈ 3ാം പ്രാവശ്യം വീഴുന്നു എന്നതിൽ തനതായ ഒരു അർത്ഥമുണ്ട്. അവൻ കുരിശിന്റെ വാഴുതയിൽ 3 പ്രാവശ്യം മാത്രമല്ല കേട്ടോ വീണത്. അവന്റെ വീഴ്ചകളുടെ പൂർണ്ണതയാണ് ഈ 3ാം പ്രാവശ്യത്തെ വീഴ്ച. നമ്മളെപ്പോഴും വീണു പോകാൻ സാധ്യതയുള്ളവരാണ്. 3 എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായൊരു സംഖ്യയാണ്. അവൻ 3 പ്രാവശ്യം വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഇടയ്ക്കിടയ്ക്ക് വീണു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വീഴാനുള്ള സാധ്യതയുണ്ട്. വീഴും എഴുന്നേറ്റും വീണും എഴുന്നേറ്റുമൊക്കെയാണ് നമ്മളിങ്ങനെ ജീവിക്കുക. ക്രിസ്തു എന്തിനാണ് ഈ 3 പ്രാവശ്യം വീണത്? അവനെ അനുഗമിക്കുന്നവരോട് അവൻ കുരിശിന്റെ പാതയിലൂടെ പറഞ്ഞു തരുന്ന സത്യം ഇതാണ്: മക്കളെ, നമ്മുടെ പാതകളിൽ നമ്മൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാം സുഗമമായിരിക്കുകയില്ല ജീവിതം. ശരീരത്തിന്റെ പ്രവണതകൾ നിന്നെ വേട്ടയാടുമ്പോൾ നീ വീണു പോകും. മറ്റുള്ളവർ നിന്നെ വേണ്ടെന്ന് പറയുമ്പോ നീ വീണു പോകും. നീ സങ്കൽപ്പിച്ച് പടുത്തുയർത്തുന്നതൊക്കെ തകർന്നു പോകുമ്പോ നീ വീണു പോകും. നിന്റെ സ്വപ്നങ്ങൾ നിലച്ചു പോകുമ്പോ വീണു പോകും. ചാരത്ത് നീ വളർത്തിയ നിന്റെ മക്കൾ, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മാതാപിതാക്കൾ ഒക്കെ നിന്നെ വേണ്ടെന്ന് പറയുമ്പോ നീ വീണു പോകും. ഈ വീണു പോകുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ വീണുപോയവനോട് നമ്മൾ പ്രാർത്ഥിക്കണം. 3 പ്രാവശ്യം വീണു എങ്കിൽ അവൻ പറഞ്ഞു തരുന്ന സത്യം ഇതാണ്: ഒരു പൂർണ്ണമായ വീഴ്ച എന്നിലുണ്ട്. ഈ വീഴ്ച ഉയർച്ചയുടെ സാധ്യതയാണ്. വീണവന് മാത്രമേ ഉയർച്ചയുടെ വിലയെന്തെന്നറിയത്തുള്ളൂ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ വീണുപോയ നിമിഷങ്ങളെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് തരികയാണ്. തെറ്റിദ്ധരിച്ച് വീണുപോയത്, ശരീരത്തിന്റെ പ്രവണതകൾ കൊണ്ട് വീണുപോയത്, ജീവിതത്തിൽ ദുരാശയാൽ വീണുപോയത്, ആഗ്രഹങ്ങളാൽ ആവൃതമായപ്പെട്ട വഴികളിലൂടെ നടന്നു പോയപ്പോ വീണുപോയത്, ഈ വീഴ്ചകളെയെല്ലാം സുഗമമായ വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായ ബലം എനിക്ക് തരണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യത്താൽ എൻ്റെ വീഴ്ചകളെ ഉയർച്ചകളാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.